5 நிமிஷத்துல காதலி வெளில வரும். டைலாக் ஞாபகம் இருக்குல்ல? இப்ப சொல்லு. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. കാതല കന്യാവനിയിൽ സുഗതം പ്രിയഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. സോറി, ഞാൻ ഗന്ധർവൻ. പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തിട്ട് പോയിക്കോളാം. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും മാനാവാനും മനുഷ്യനാവാനും പാവയാവാനും പറവയാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. എന്താ അറിയില്ല, ഏതോ ഗന്ധർവൻ. ഗന്ധർവനാ? ഏത് ഗന്ധർവൻ? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പേ വന്ന് പോടാ. ഞാൻ ഗന്ധർവ. അതെ, എനക്കൊരു ചായ മാത്രം മതി. നിങ്ങൾക്കാ? മുമ്പത്തെ കടം തീർക്കുന്നത് വരെ ചായ മാത്രം കൊടുത്താൽ മതി എന്ന് മോലാളി പറഞ്ഞു. ഇവർക്കും ചായ മാത്രം മതി അല്ലേ? ആയിക്കോട്ടെ. നീ വീട്ടിൽ നിന്ന് വെള്ളയപ്പം തിന്നിട്ടല്ല ഇറങ്ങിനി? ഓള് വിശക്കുന്നുണ്ട്, കഴിച്ചോട്ടില്ലേന്ന്. വെള്ളയപ്പല്ലേ ചോദിച്ചിട്ട് താജ്മഹലൊന്നല്ലല്ല. എന്റെ കെട്ടുകാലി പണയം വെച്ചിട്ടാലും ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കും. നീ പോയിട്ട് കയ്യെ വിറ്റാ മോളെ. എന്നാ പറ. ഞാൻ പറഞ്ഞു വെള്ളയപ്പ് മുട്ട റോസ്റ്റ്. ഞാനും പറഞ്ഞ പൊറോട്ട. ഏതായാലും മാല പണയം വെക്കുമല്ലേ. സുരേഷ, നായരേട്ടാ, ഏടിയാന്ന് പുറത്തൊന്നും കാണാറില്ലല്ലോ. ഞാനങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. പക്ഷേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനൊന്ന് അണ്ടിത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളും വരണം. അല്ല സുരേഷ, ഞാൻ വെറുതെ. അല്ല, അത് സാരമില്ല. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. നേരിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടാ. അവസരം കിട്ടിയിട്ടാ. വരൂലേ? നാളെ 5 മണിക്ക് கண்டிப்பா வெயிட் பண்ணுவேன். வந்துதான் ஆகணும். வரல. ഈ നാട്ടിൽ പ്രേമിക്കണമെങ്കിൽ വലിയ പാടാന്നല്ലോ ബക്സ. சுமலாதாவை கரெக்ட் பண்ணோன்னா நாகரை கனெக்ட் பண்ணோம். നാരയാ? അതെങ്ങനെ? നാടകം. അയ്യോ, നാടകം പറ്റില്ല ബക്സ്. നാടകം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരൻ്റെ മട്ടക്കണെടുത്തിട്ട് അടിക്കും. അമ്മമ്മ ചവിട്ടും. അതാ. உனக்கு சுமலதா முக்கியமா உன் ஃபேமிலி முக்கியமா? സുമലത. പക്ഷെ അമ്മമ്മ. டே, உன் ஃபேமிலிக்கு தான்டா நாடகம்னா பிரச்சனை.
ஆனால் அது அவங்களும் சொல்லி தப்பு இல்லை. உங்கள் அப்பா அந்த மாதிரி பண்ணி போய் தானே நாய் மாதிரி செத்து போனார். பட் நாகருக்கு நாடகம்னா பிராந்து. நாடகத்துக்காக என்ன வேணா செய்யும், நீ என்ன சொன்னாலும் செய்யும். അതിനെ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. சித்து உன்னை யாரா நடிக்க சொன்னா? ஒன்லி பாய்ஸ் ஆக்ட், லெஜெண்ட்ஸ் டிரெக்ட். അതെനിക്ക് അറിയാം. എന്നാലും பாத்தியா உங்களுக்காக என்ன கொண்டு வந்திருக்கேன்னு பாரு. ഉത്തരമേഖല നാടക മത്സരം. 1ാം സമ്മാനം 1,00,000 രൂപ. അതിന് ഞാൻ നാടകം എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരാനാണ്? கரெக்டு தான். மூளை இருக்கவங்க யாரும் வரமாட்டாங்க. ஆனால் நாகரு, கேசி, பாலமம்மா இந்த மாதிரி ஓல்டு பீஸ்லாம் வரும். உங்கள் வீட்டில் ஒரு 4 பேர் இருக்காங்களா, அவங்களையும் சேர்த்துக்கலாம். അതിന് ചെലവില്ലേ? அதான் சொத்து இருக்குல்ல. உங்கள் அப்பா ஆல்ரெடி பாதி சொத்தை காலி பண்ணிட்டாரு. மீதி காசை நீ அழிச்சிரு. மச்சான் ஒரு எக்ஸைட்மெண்ட் இல்லாமல் லைஃப் போயிட்டு இருக்கு மச்சான். ஏதாச்சும் பண்ணி கான்ட்ரவர்சி கிரியேட் பண்ணுறா ப்ளீஸ். இந்த உலகத்தில் என்னோட எக்ஸிஸ்டன்ஸ் எதுக்குன்னு தோணுது மச்சான். ஆனால் இப்போ புரியுது. உனக்காக தான் மச்சான், உன் காதலுக்காக தான். பாத்தியா